രക്തദാനത്തിന് വേറിട്ട മാതൃക തീർത്ത് ഗ്രന്ഥശാല പ്രവർത്തകർ. വായനയിലൂടെ രക്തബന്ധം എന്ന പേരിൽ നടപ്പാക്കുന്ന പരിപാടിയാണ് ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ, കേരള പോലീസ്, കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടക്കുന്ന വേറിട്ട പരിപാടിക്കാണ് കൊല്ലം ജില്ലയിൽ തുടക്കമായത്. യഥാസമയം രക്തം ലഭിക്കാത്തതിനാൽ അപകടത്തിൽപ്പെടുന്ന ഒട്ടേറെ ജീവനുകളുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിൽ സ്റ്റോറേജ് സംവിധാനമുള്ള ആശുപത്രികളിൽ മുൻകൂട്ടി രക്തം ദാനം ചെയ്യുക എന്ന പരിപാടിയാണ് വായനയിലൂടെ രക്തബന്ധം പദ്ധതി. ലൈബ്രറി കൗൺസിൽ കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃസമിതിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. വലിയത്ത് കിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് കരുനാഗപ്പള്ളിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായി കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃസമിതി 100 യൂണിറ്റ് രക്തമാണ് ആദ്യ ദിവസം നൽകിയത്. ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ള ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ രക്തദാനം നടത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 20 ലൈബ്രറികൾ തീരുമാനിച്ചാൽ 500 രൂപ വരെ അനായാസം കണ്ടെത്താൻ കഴിയും. എറണാകുളം താലൂക്ക് മൊത്തം നമ്മൾ തീരുമാനിച്ചാൽ 1000-1500 രൂപ വരെ അനായാസം കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള വലിയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ജില്ലയിലെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ഏറ്റവും ജീവസുറ്റ ഒരു പരിപാടിയിലൂടെ സജീവമായി പങ്കാളികളാവുന്നു. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും കേരളത്തിന് മാതൃകയായവരാണ് നിങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതും വായനയിലൂടെ രക്തബന്ധം എന്ന ഈ ക്യാമ്പയിൻ വലിയ വിജയമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന് മുൻകൈയെടുത്ത കരുനാഗപ്പള്ളി നേതൃസമിതി അഭിനന്ദിക്കുന്നു. ഇതൊരു തുടർ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കിംസ് ആണ്. നഴ്സറി വന്നതിന് ശേഷം കിംസും ലൈബ്രറി കൗൺസിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളിലും ഇടപെടാറുണ്ട്. ഞങ്ങളിവിടെ ഒരു കൺസെപ്റ്റ് അതിന് തുടർച്ച ഉണ്ടായില്ല, അത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രോഗികളെക്കാൾ കൂടുതൽ ഏറ്റവും ആകുലതയോടുകൂടി ആശുപത്രിയിൽ നിൽക്കുന്നവരാണ് പൈശാചികൾ. അപ്പൊ അവരുടെ റിഫ്രഷ്മെന്റിന് വേണ്ടി വായനയടക്കം ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് അധ്യക്ഷത വഹിച്ചു. വലിയത്ത് ഹോസ്പിറ്റൽ എമർജൻസി വകുപ്പ് ഫിസിഷ്യൻ ഡോക്ടർ പ്രദീപ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജ്കുമാർ, നേതൃസമിതി കൺവീനർ എ സജീവ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടമായി കരുനാഗപ്പള്ളി മുനിസിപ്പൽ മേഖലയിലെ വിവിധ ഗ്രന്ഥശാലകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. വരും ദിവസങ്ങളിൽ താലൂക്കിലെമ്പാടുമുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ രക്തദാന പദ്ധതി ഏറ്റെടുക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.